തങ്ങൾക്കൊരു വർഷം ആമുൽ ഹുസ്ൻ സങ്കട വർഷം ഉണ്ടായിരുന്നു. അബൂ താലിബ് എന്നവരും വഫാത്തായി, ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും വഫാത്തായി. അങ്ങനെ ഒറ്റപ്പെട്ടു പോയപ്പോഴാണ് ഹബീബ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. എല്ലാ നിലയിലും ഒറ്റപ്പെട്ടപ്പോൾ ഉമ്മയുടെ കുടുംബക്കാരുടെ അടുക്കലേക്ക് വന്നതാണ്. നിങ്ങൾ നോക്കോ, അള്ളാന്റെ റസൂലോടെ വന്നപ്പോ ഇവിടെയുള്ള ഭ്രാന്തരായ പിള്ളരെ കൊണ്ട്, തെരുവ് പിള്ളരെ കൊണ്ട് കല്ലെടുത്ത് എറിയാൻ പറഞ്ഞു. റസൂലുള്ളാഹിനെ ഏറുകൊള്ളാൻ തുടങ്ങിയ സ്ഥലത്താണ് ഇപ്പൊ നമ്മളുള്ളത്. ഈ കാണുന്ന ഈ റോഡിക, ഇവിടെ നിന്നാണ് ഹബീബിനെ എറിയാൻ തുടങ്ങിയത് എന്ന്. ഇവിടെ നിന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടത്താൽ ഓടിയ മണ്ണിലൂടെയാണ് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത്. ഇതാ ഇങ്ങോട്ട് ഇങ്ങനെ പോയി. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഒരു കുന്നിന്റെ ചുവടെ പോയി വിശ്രമിക്കുന്ന സമയത്ത് അവരതിന്റെ മുകളിൽ നിന്ന് കല്ല് ഉരുട്ടിയിടാൻ നോക്കി. റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം തടഞ്ഞു വെച്ച കല്ല് ഇപ്പോഴും അവിടെയുണ്ട്. ഒരു കല്ല് താഴെ വന്നു വീണു, പക്ഷെ റസൂലുള്ളാഹി തങ്ങളെ മേത്തായില്ല. അത്ര കണ്ട് ശത്രുത വെച്ചിരുന്നവരായിരുന്നു വാഴത്തിൽ അന്നുണ്ടായിരുന്ന ആളുകൾ. ആദ്യത്തെ മിനാരമാണ് അത്. മസ്ജിദ് അലി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് കാണുന്നത്. എല്ലാം കണ്ടോളിട്ടാ. തായ്പിൽ ഇങ്ങനെ തന്നെ ബസ്സിൽ പോയിട്ടാണ് മസ്ജിദ് അലി. ആദ്യത്തെ മിനാര. ഞാൻ അതിന്റെ മുകളൊക്കെ കയറിയിട്ടില്ല നമ്മളിതിന് മുന്നേ ഒക്കെ. ഇപ്പൊ അവിടെ ഫുള്ള് ചുറ്റി കെട്ടിക്കഴിഞ്ഞു, ഉള്ളിലെ കാര്യം പെടുന്നില്ല. കഴിഞ്ഞ വർഷം ഇവിടെ നമ്മളൊരു ഗ്രൂപ്പിന്റെ, മൗലാന ഗ്രൂപ്പിന്റെ അമീർ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ഇപ്പൊ അവിടെ കുറച്ച് വർക്ക് എടുക്കണം. കാണുന്നതാ മിനാരം.